പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയ വണക്കം 17-ാം ദിവസം. യഥാർത്ഥ സൗഭാഗ്യവും യേശുവിൻ്റെ ദിവ്യഹൃദയവും. ഭാഗ്യസമ്പൂർണമായ ജീവിതം കഴിക്കണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. എന്നാൽ യഥാർത്ഥ സൗഭാഗ്യവും സംതൃപ്തിയും എവിടെയാണെന്ന് ഗ്രഹിച്ചിരിക്കുന്നവരുടെ സംഖ്യ വളരെ ചുരുക്കമാണ്. ശാശ്വതമായ സൗഭാഗ്യം എവിടെയായിരിക്കുന്നുവെന്ന് സ്നേഹം നിറഞ്ഞ പിതാവായ യേശുവിനോട് ചോദിക്കുക. അപ്പോൾ സർവഗുണസമ്പന്നനായ നാഥൻ നമ്മോട് ഇപ്രകാരം പറയും: എൻ്റെ സ്നേഹവും ഭാഗ്യവും സന്തോഷവും ആനന്ദവുമെല്ലാം എൻ്റെ പിതാവിലും അവിടുത്തെ മഹിമയും ശക്തിയും പ്രചരിപ്പിക്കുന്നതിലും ആകുന്നു. സ്നേഹശൂന്യനായ എൻ്റെ ആത്മാവേ, നീ ഇവ കേൾക്കുന്നില്ലയോ? നിന്റെ ഭാഗ്യം ലോകനേട്ടങ്ങളിലും ശാരീരിക ഇച്ഛയിലും സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവയൊന്നും നിന്നെ ഭാഗ്യവാനാക്കുവാൻ മതിയാകയില്ല. ബഹുമാനം, ഐശ്വര്യം മുതലായവയിൽ നിന്റെ ശരണം നീ വയ്ക്കുന്നു എങ്കിൽ അവ ശാശ്വതമായി നിലനിൽക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? സുഖഭോഗാദികളെല്ലാം സ്ഥിരമായിട്ടുള്ളവയല്ല. സൃഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം വെച്ചിരുന്നാൽ അവ നിന്നെ വേർപിരിഞ്ഞു പോകുവാനും മതി. ലോകമഹിമ നേടുന്നതിനായി വൃഥ ചെലവഴിച്ചിരുന്ന സമയം ദൈവസ്തുതി പരത്തുവാനും ദൈവത്തെ സ്നേഹിപ്പാനും വ്യയം ചെയ്തിരുന്നുവെങ്കിൽ ഭൗതിക സൗഭാഗ്യത്തിലും ബഹുമതിയിലും ഉയർത്തപ്പെട്ടവരേക്കാൾ നീ എത്രയോ ഭാഗ്യവാനാകുമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. ദൈവമാണ് സാക്ഷാൽ സൗഭാഗ്യ കേന്ദ്രമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി എൻ്റെ ദൈവം എനിക്ക് സമസ്തവും എന്ന് ഇടവിടാതെ നിലവിളിച്ചിരുന്നു. ഇപ്രകാരം തന്നെ വിശുദ്ധ ബെർണാർഡ്, അൽഫോൻസ് ലിഗോരി, ഫ്രാൻസിസ് സേവിയർ, ചാൾസ് ലൂയിസ് എന്നീ പുണ്യവാന്മാരും വിശുദ്ധ കത്രീന, വിശുദ്ധ ത്രേസ്യ, ചെറുപുഷ്പം എന്നീ പുണ്യവതികളും അവരുടെ ഭാഗ്യവും സന്തോഷവും ദൈവത്തിലും മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി നിത്യബലിയായി തീർന്ന ദിവ്യകാരുണ്യനാഥൻ്റെ തിരുഹൃദയത്തിലുമാണ് ദർശിച്ചത്. വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലുമായിരുന്നു ഇവരൊക്കെ സൗഭാഗ്യം ദർശിച്ചിരുന്നത്. നാം ദൈവത്തോട് എത്രമാത്രം സാമീപ്യ സമ്പർക്കങ്ങൾ പുലർത്തുന്നുവോ അത്രമാത്രം നാം സൗഭാഗ്യപൂർണരായിരിക്കും. യേശുവിൽ നിന്ന് അകന്ന് ഓടുമ്പോൾ നാം ദുർഭകരാവുകയാണ് ചെയ്യുന്നത്. ഭൗതിക വസ്തുക്കളിലുള്ള താല്പര്യവും സ്നേഹവും അകറ്റി നമുക്ക് ദൈവത്തിലേക്ക് പിന്തിരിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായിരിക്കുന്ന യേശുവിൻ്റെ ദിവ്യഹൃദയമേ, ഞാൻ ഇന്നുവരെയും യഥാർത്ഥ സൗഭാഗ്യം എന്തെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചുപോയി എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്ന് അറിയുന്നു. സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ്റെ സന്തോഷവുമായ മിശിഹായെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ആത്മശരീര ശക്തികൾ ഒക്കെയോടും കൂടി സ്നേഹിക്കുന്നു. വാത്സല്യനിധിയായ യേശുവേ, അങ്ങു മാത്രം എൻ്റെ സമ്പത്തും സകല സൗഭാഗ്യവുമായിരിക്കുന്നു. എൻ്റെ ശിഷ്ടജീവിതം അങ്ങയെ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകിയരുളണമേ. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏകടിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ വരുത്തണമേ. നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ ദിവ്യഹൃദയമേ, അങ്ങയിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ.